തിരൂർ ജില്ലാ ആശുപത്രിയിൽ 1-ാം നിലയിൽ നിന്ന് താഴേക്ക് വീണ് നഴ്സിന് ഗുരുതര പരുക്ക്. നഴ്സ് മിനിക്കാണ് പരുക്കേറ്റത്. കോട്ടയ്ക്കൽ മിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മിനിയുടെ ആരോഗ്യനില ഗുരുതരമാണെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. അരുൺ, ഈ അപകടമുണ്ടായത് എങ്ങനെയാണ്? രാവിലെയാണ് ജില്ലാ ആശുപത്രിയിൽ അപകടമുണ്ടായത്. തിരൂർ ജില്ലാ ആശുപത്രിയിലെ 1-ാം നിലയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ആ ഭാഗത്ത് നിർമ്മാണം നടക്കുന്ന പ്രദേശത്ത് പരിശോധനയ്ക്ക് എത്തിയതായിരുന്നു നഴ്സ്. ഈ സമയം പലക തകർന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. നിലവിൽ കോട്ടയ്ക്കൽ മിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് പ്രവീണ. അരുൺ, ഈ സാധാരണ ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കാറുള്ളതല്ലേ? അങ്ങനെ ഉണ്ടായിരുന്നില്ലേ? വേണ്ട രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഈ നിർമ്മാണ പ്രവൃത്തി പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് നഴ്സ് അവിടേക്ക് എത്തിയതെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. പക്ഷേ അതത്രത്തോളം തൃപ്തികരമാണെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ഈ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന സ്ഥലത്ത് നഴ്സ് എന്തിനാണ് എത്തുന്നത് എന്നതൊരു ചോദ്യമാണ്. എന്തായാലും രാവിലെയോടുകൂടി അപകടമുണ്ടായി. പലക അതായത് നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് പലകയിൽ നഴ്സ് നിന്നു. ആ പലക തകർന്ന് താഴേക്ക് വീണു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴുത്തിനുൾപ്പെടെ തലയ്ക്കുൾപ്പെടെ ഗുരുതരമായ പരിക്കുണ്ട്. അപ്പോൾ തന്നെ കോട്ടയ്ക്കൽ മിംസ് ആശുപത്രിയിലേക്ക് നഴ്സിനെ മാറ്റി. ഗുരുതരമായ പരിക്കോടെ ചികിത്സയിൽ ഇപ്പോഴും തുടരുകയാണ്. ശ്രീ അരുൺ പാറയ്ക്കലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. തിരൂർ ജില്ലാ ആശുപത്രിയിൽ 1-ാം നിലയിൽ നിന്ന് താഴേക്ക് വീണ് നഴ്സിന് ഗുരുതരമായി പരിക്കേറ്റു. നഴ്സ് മിനിക്കാണ് പരിക്കേറ്റത്. കോട്ടയ്ക്കൽ മിംസ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ് മിനി. ആരോഗ്യനില ഗുരുതരമാണെന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.